2 മാസം കൂടി കഴിഞ്ഞാൽ മഴക്കാലമാണ് വരാൻ പോകുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം ഫോൺ മഴ നനഞ്ഞ് കേടാവുന്നു എന്നുള്ളതാണ്. സാധാരണ എല്ലാവരും അരിയിലൊക്കെയാണ് പൂഴ്ത്തി വയ്ക്കുന്നത്. അത് വളരെ മണ്ടത്തരമാണ്. ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമുക്ക് കേടാകാതെ രക്ഷപ്പെടുത്താൻ പറ്റും. ഇതേപോലുള്ള പ്രൊട്ടക്ഷൻ കവർ ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ അതൊന്ന് ഊരി മാറ്റുക. നിലവിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒരിക്കലും അത് ഓണാക്കാൻ ശ്രമിക്കരുത്. ഇനി ഫോൺ സ്വിച്ച് ഓഫ് അല്ല, ഇതേപോലെ ഓൺ പൊസിഷനാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ സ്വിച്ച് ഓഫ് ചെയ്യുക. ഇതേപോലെ ഫോൺ പെട്ടെന്ന് തന്നെ സ്വിച്ച് ഓഫ് ചെയ്യുക. ഉണ്ടോ? ഇതേപോലെ ഒന്ന് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ, മിക്കവരുടെ വീട്ടിലും കാണാൻ സാധ്യതയില്ല, അങ്ങനെയാണെങ്കിൽ വളരെ ഡ്രൈ ആയിട്ടുള്ള കോട്ടൺ തുണി, വളരെ ഡ്രൈ ആയിട്ടുള്ള ഇതേപോലുള്ള കോട്ടൺ തുണി എടുക്കുക. ഫോണിൻ്റെ അകത്ത് പുറമേ കാണുന്ന വെള്ളം കംപ്ലീറ്റ് നന്നായിട്ട് ഇതേപോലെ തുടച്ച് കളയുക. വൃത്തിയായിട്ട് എല്ലാ ഭാഗത്തും വൃത്തിയായിട്ട് ഇത് തുടച്ച് കളയുക. ഒരു തുള്ളി പോലും പുറമേ വെള്ളം കാണാൻ പാടില്ല. നന്നായിട്ട് തുടയ്ക്കുക. ഇതേപോലെ വൃത്തിയായിട്ട് തുടച്ചതിന് ശേഷം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. തുടച്ചതിന് ശേഷം അപ്പം തന്നെ ഫോൺ ഓണാക്കാൻ ശ്രമിക്കരുത്, അല്ല ഫോൺ ചാർജിലിടാനും ശ്രമിക്കരുത്. ഇതേപോലെ വൃത്തിയായിട്ട് അതിൻ്റെ ഓരോ മൂലയിലുള്ള വെള്ളം കറക്റ്റായിട്ട് ഇതേപോലെ തുടച്ച് വൃത്തിയാക്കുക. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതേപോലെ തുടച്ച് വൃത്തിയാക്കുക. എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇതേപോലുള്ള പ്ലാസ്റ്റിക് കുപ്പികളുണ്ടെങ്കിൽ അതൊരെണ്ണം എടുക്കുക. നമ്മുടെ ഫോൺ ഇറങ്ങിയിരിക്കുന്ന ആ കുപ്പിയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന തരത്തിലായിരിക്കണം കുപ്പിയുടെ വലുപ്പം. ഒരു മീഡിയം വലുപ്പമുള്ള കുപ്പി എടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഈ ഷേപ്പിലാക്കി എടുക്കുക. കാരണം ഈ കട്ട് ചെയ്ത ഭാഗത്ത് നമുക്ക് ഫോൺ ഇതിലേക്ക് ഇറക്കി വെക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വലുപ്പം അനുസരിച്ചുള്ള കുപ്പി എടുക്കുക. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വളരെ പ്രധാനപ്പെട്ട ഒരു ട്രിക്കാണ് ഇത്. സാധാരണ നമ്മുടെ വീട്ടിൽ മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ വെയിലുണ്ടാവില്ല. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ വീട്ടിലെ തേപ്പ് പൊട്ടി ഇതേപോലെ എടുക്കുക. തൊട്ടടുത്തായിട്ട് നമ്മൾ കട്ട് എടുത്ത ആ കുപ്പിയുടെ ഒരു പോർഷൻ അതിലേക്ക് ഫോൺ ഇതേപോലെ ഇറക്കി വയ്ക്കുക. കാരണം വെയിലുണ്ടെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാം. വെയിലില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ട്രിക്ക് എടുക്കുന്നത്. ഇതേപോലെ തേപ്പ് പൊട്ടി എടുത്ത് വെച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് ചേർത്ത് ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ആ കട്ട് ചെയ്ത ഭാഗം വെക്കരുത്, അത് ഉരുകിപ്പോവും. ഒരു ചെറിയ ഗ്യാപ്പ് ഇതേപോലെ ഉള്ളി കൊടുക്കണം. ഉണ്ടോ? ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഫോൺ ഇറക്കി വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അത് മൊത്തം ഇതേപോലെ ഒന്ന് പൊതിയുക. ഫോൺ മൊത്തം ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് പൊതിഞ്ഞ് റബ്ബർ ഇടുക. എന്നിട്ട് ഈ കുപ്പിയുടെ ആ കട്ട് ചെയ്ത ഭാഗത്തേക്ക് ഇതേപോലെ ഇറക്കി വെച്ച് ആ തേപ്പൊട്ടിയുടെ അടുത്തേക്ക് ഇതേപോലെ ചേർത്ത് വെച്ച് ഒരു 5 മിനിറ്റ് ചൂടാക്കുക. ടിഷ്യൂ പേപ്പർ ചൂടാകുമ്പോൾ ഫോണിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയ വെള്ളം പുറത്തേക്ക് വലിഞ്ഞിറങ്ങുന്നതായിരിക്കും. അല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ബോർഡ് കംപ്ലൈൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ഈ ടിഷ്യൂ പേപ്പർ. അത് നല്ല ക്വാളിറ്റി തന്നെ ഉപയോഗിക്കുക. ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഫോണിൽ കവർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ഫോണിൻ്റെ ചെറിയ ഹോളുകളിലൊക്കെ തങ്ങി നിൽക്കുന്ന വാട്ടർ ഡ്രോപ്പും ചെറിയ രീതിയിലുള്ള ബാഷ്പവും ഈ ടിഷ്യൂ പേപ്പർ സക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഫോണിൻ്റെ ബോഡിയിലേക്ക് ഉള്ളിലോട്ടോ വെള്ളം ഇറങ്ങില്ല. അത് ഈ ടിഷ്യൂ പേപ്പർ വലിച്ചെടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ടും ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുക. പിന്നെ ചെറിയ രീതിയിലുള്ള നനവുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. ഫോൺ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും ഓണാക്കരുത്. ഈ വീഡിയോയിൽ പറയുന്ന പോലെ ഫോൺ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് ഏതെങ്കിലും സർവീസ് സെൻ്ററിൽ കൊടുത്ത് ഫോണൊന്ന് നന്നായിട്ട് സർവീസ് ചെയ്യുക. അതിനുശേഷം മാത്രം ഫോൺ ഓണാക്കുക. നിങ്ങൾ മൊബൈൽ പീഡിക എന്നുള്ള യൂട്യൂബ് ചാനലാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി മൊബൈൽ പീഡിക എന്നുള്ള ഫേസ്ബുക്ക് പേജാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.